ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നാട് മുഴുവൻ പാടി നടന്നൊരു പാണൻ ചെറുക്കൻ, ബാല്യത്തിലെ അനാഥനായൊരു പാവം. പിതാവ് വിഷം തീണ്ടി മരണപ്പെട്ടതും അമ്മയുടെ തിരോധാനവും അവനെ അനാഥനാക്കി. നാട് മുഴുവൻ കരഞ്ഞു നടന്ന ആ ബാലകനെ അന്നുവരെ കാണാത്ത ഒരു മുത്തിയമ്മ അഭയമേകി. മുടി നരച്ച് പല്ലുകൊഴിഞ്ഞ് നടുവളഞ്ഞൊരു മുത്തിയമ്മ. മുക്കുറ്റിക്കുന്നിൻ്റെ മുകളിൽ വൈക്കോൽ മേഞ്ഞൊരു കുടിലിൽ മുത്തിയമ്മയും അവനും മാത്രം. മുത്തിയമ്മ അവന് പാട്ടുകൾ പാടിക്കൊടുത്തു. അവനത് ഏറ്റുപാടി. അവന് കഥകൾ പറഞ്ഞു കൊടുത്തു. ചീരപ്പൻ കാവിൻ്റെയും യക്ഷിയമ്മയുടെയും കഥകൾ കേട്ട് അവൻ വളർന്നു. ബാല്യവും കൗമാരവും കടന്ന് അവൻ യൗവനത്തിലെത്തി. തുടികൊട്ടി പാട്ടുകൾ പാടി അവൻ നാട് മുഴുവൻ സഞ്ചരിച്ചു. അവൻ്റെ സ്വരം കേൾക്കാൻ ആളുകൾ തിങ്ങിക്കൂടി. സുന്ദരികൾ കാതു കൂർപ്പിച്ചു നിന്നു. അവൻ്റെ പാട്ടിൽ അലിയാത്തവരായി ആരും ആ നാട്ടിലുണ്ടായിരുന്നില്ല. കാവും ഭഗവതിയും മഹാദേവൻ്റെ കോപവും കൃഷ്ണൻ്റെ ലീലകളുമെല്ലാം പാട്ടുകളിലൂടെ ആളുകളിലേക്ക് ഒഴുകിയെത്തി. ഒരു നാൾ വീട്ടിൽ തിരിച്ചെത്തിയ അവൻ ഏറെ നേരം കാത്തിരുന്നിട്ടും മുത്തിയമ്മയെ കാണാനില്ല. മുത്തിയമ്മയെ കാണാതായതും അവൻ നാട് മുഴുവൻ അന്വേഷിച്ച് നടപ്പായി. അങ്ങനെയൊരു മുത്തിയമ്മയെ ആ നാട്ടുകാർ ആരും തന്നെ അന്നേ അവരെ കണ്ടിട്ടില്ല അത്രേ. തന്നെ വളർത്തി വലുതാക്കിയ തൻ്റെ മുത്തിയമ്മയെ ആരും ഇതുവരെ കണ്ടിട്ടില്ലെന്നോ അവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മുത്തിയമ്മയെ അന്വേഷിച്ച് തളർന്ന് അവൻ ആൽമരച്ചുവട്ടിൽ മയങ്ങിപ്പോയി. മയങ്ങിപ്പോയ അവൻ്റെ ഉള്ളിൽ സ്വപ്നത്തിൽ മുത്തിയമ്മയുടെ രൂപം തെളിഞ്ഞു. മുത്തിയമ്മ അവനെ നോക്കി ചിരിക്കുന്നു. പതിയെ ആ രൂപം കാവിലെ ദേവിയായി മാറുന്നു. ചുറ്റും ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് പുഷ്പങ്ങളാൽ മൂടിയ ഒരു കൽവിഗ്രഹം. പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന അവൻ തിരിച്ചറിയുന്നു, ഇത്രയും കാലം തൻ്റെ കൂടെയുണ്ടായിരുന്ന, തന്നെ സ്നേഹം തന്നു വളർത്തിയ, തന്നെ പാട്ട് പഠിപ്പിച്ച തൻ്റെ മുത്തിയമ്മ കാവിലെ ഭഗവതിയായിരുന്നുവെന്ന്. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ചീരപ്പൻ കാവിലെ ഭഗവതി. തൻ്റെ ബാല്യത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം തകർന്നു കിടന്നിരുന്ന ചീരപ്പൻ കാവിലേക്ക് പോയതും വിളക്ക് വെച്ചതുമെല്ലാം അവന് ഓർമ്മ വരുന്നു. അച്ഛൻ്റെ മരണത്തിനു ശേഷം എൻ്റെ മോനെ കാക്കണേ ഭഗവതി എന്നു പറഞ്ഞുകൊണ്ട് അമ്മ കരഞ്ഞതുമെല്ലാം അവൻ്റെ ചെവിയിൽ അലയടിച്ചു. എൻ്റെ മുത്തിയമ്മേ എന്നുറക്കെ വിളിച്ച് കരഞ്ഞുകൊണ്ട് അവൻ ചീരപ്പൻ കാവിലേക്ക് ഓടി. ഓടിക്കതച്ചെത്തിയ അവൻ കാണുന്നത് ചീരപ്പൻ കാവിലെ ആൾക്കൂട്ടമാണ്. ദീപശോഭയാൽ അലങ്കൃതമായ ചീരപ്പൻ കാവ്. തകർന്നു കിടന്നിരുന്ന ക്ഷേത്രം പുനർനിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. എൻ്റെ മുത്തിയമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങിയതും അവനെ തടയുന്ന ചിലർ. അശ്രീകരം പോവാ അങ്ങോട്ട്. നിന്നെ പോലെയുള്ള കീഴ്ജാതിക്കാർക്കൊന്നും ഇങ്ങോട്ട് പ്രവേശനമില്ല. പോ അങ്ങോട്ട് എന്നു പറഞ്ഞ് ചിലർ അവനെ വിലക്കി. സങ്കടത്തോടെ തിരിഞ്ഞു നടന്ന അവൻ്റെ മുന്നിൽ തെളിയുന്ന രൂപം മുത്തിയമ്മ. മുത്തിയമ്മയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഉറക്കി വിളിക്കുന്നുണ്ട്, മുത്തിയമ്മേ. ചെറിയ പുഞ്ചിരിയോടെ മുത്തിയമ്മ പറഞ്ഞു, നീ എന്തിനാ മോനെ അങ്ങോട്ട് പോയേ? അവർക്ക് എന്നെ കാണാനും കാര്യങ്ങൾ പറയാനും ഇങ്ങനൊരു ക്ഷേത്രം വേണമായിരിക്കും. പക്ഷേ നിനക്കത് വേണ്ടല്ലോ. ഞാനെപ്പോഴും നിന്റെ കൂടെ തന്നെ ഇല്ലേ? മുത്തിയമ്മേ,
എന്നെ വിട്ടു പോവല്ലേ. ഞാൻ ഒറ്റയ്ക്കായി പോവും മുത്തിയമ്മേ. എന്താടാ കണ്ണ നീ പറയുന്നേ? നിന്റെ ഉള്ളില് ഞാനുള്ളിടത്തോളം പിന്നെ എങ്ങനെയാ നീ ഒറ്റയ്ക്കാവുക? നിനക്ക് എന്താവശ്യം വന്നാലും ഞാനുണ്ടാവില്ലേ കൂടെ? മുത്തിയമ്മയുടെ വാക്കുകൾ കേട്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ മുത്തിയമ്മയുടെ കാലിലേക്ക് വീണു.